ചോറും മീൻ കൂട്ടാനൊക്കെ ഇരിക്കുന്നോണ്ടേ ഇന്ന് വലിയ കുക്കിംഗ് ഒന്നും വേണ്ട. കുറച്ച് കപ്പി ഇരിക്കുന്നുണ്ട്, അതങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറിയും കൂട്ടി കഴിച്ചോളും. ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ എപ്പോഴാണ് പ്ലാസ്റ്റിക് ചോദിച്ച് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക് എല്ലാം ഇങ്ങനെ കുട്ടി കുട്ടി സഞ്ചിയിലാക്കിയിട്ട് താഴത്താറാക്കിന്റെ അടിയിലേക്ക് അങ്ങ് വെക്കും. പിന്നെ മഴയായതുകൊണ്ട് ചിരട്ടയൊക്കെ പുറത്തല്ല, ഞാനിപ്പോ അകത്താ വെച്ചിരുന്നേ. ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ അതെല്ലാം സഞ്ചിയിലാക്കി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ല വെയിൽ വരുമ്പോഴത്തേന് നമുക്ക് അതൊക്കെ എടുത്ത് ഉണക്കിയിട്ട് കത്തിക്കാട്ടോ. പിന്നെ പച്ചക്കറി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഫ്രിഡ്ജിലുണ്ടായിരുന്ന എല്ലാ പച്ചക്കറിയും പുറത്തേക്ക് ആക്കി പെട്ടെന്ന് എടുക്കാനുള്ള പച്ചക്കറികളെല്ലാം ഞാൻ കാണാൻ പാകത്തിന് വെക്കും. അധികമുള്ള പച്ചക്കറികളെല്ലാം കെട്ടിയിട്ട് ഏറ്റവും താഴ്ത്ത് വെക്കും. പിന്നെ കുക്കുംബറൊക്കെ നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കാണാൻ പാകത്ത് വെക്കും കേട്ടോ. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കടിച്ച് തന്നെ എൻ്റെ ഒരു പതിവാണ്. പിന്നെ നമ്മൾ ഇഞ്ചി എല്ലാം മണ്ണ് കളഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുക. വെയിലത്തൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്, പക്ഷെ ഞാനിപ്പോൾ വെയിലത്ത് വെച്ചില്ല കേട്ടോ. പിന്നെ പച്ചമുളകിന്റെ ഞെട്ടെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കും. വേപ്പിലയെല്ലാം നമുക്കിങ്ങനെ തണ്ടിൽ നിന്ന് ഇങ്ങനെ ഊരി ടിന്നിലാക്കിയിട്ടാണ് ഞാൻ വെക്കുക കേട്ടോ. എടുക്കാൻ എളുപ്പമാണ്. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ എടുക്കാൻ എളുപ്പത്തിന് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി